4 പതിറ്റാണ്ടിലധികമായി മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ. ഇത്രയും കാലത്തെ കരിയറിൽ മോഹൻലാൽ പകർന്നാടാത്ത വേഷങ്ങളില്ല. തന്നിലെ നടനെയും താരത്തെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ചുരുക്കം നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സംവിധായകൻ പ്രിയദർശൻ. പ്രിയദർശനെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് താനാണെന്ന് പറയുകയാണ് മോഹൻലാൽ. ഗലാട്ട തമിഴിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രിയദർശനും ഞാനും പണ്ടു മുതലേ സുഹൃത്തുക്കളാണ്. അയാളെ സിനിമയിലേക്ക് പരിചയപ്പെടുത്തിയത് ഞാനായിരുന്നു. പ്രിയദർശൻ ആരുടെയും അസിസ്റ്റന്റായി നിൽക്കാതെ സംവിധായകനായ ആളാണ്. നവോദയ സ്റ്റുഡിയോയിലേക്ക് ഞാനാണ് പ്രിയനെ കൊണ്ടുപോയത്. അന്ന് ആദ്യമേ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഷൂട്ട് ചെയ്യുന്ന രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. കഥ മാത്രമേ ആദ്യം എഴുതും, ബാക്കി അതനുസരിച്ച് ഷൂട്ട് ചെയ്യും. അങ്ങനെ ഒരു സ്റ്റോറി റൈറ്ററായാണ് പ്രിയൻ തുടങ്ങിയത്. ഷൂട്ട് കാണാൻ വേണ്ടി ഒരു ദിവസം അയാൾ സെറ്റിലെത്തി. ഫാസിൽ സാറായിരുന്നു ആ സിനിമയുടെ ഡയറക്ടർ. പ്രിയനെ കണ്ടിട്ട് ഏതോ അസിസ്റ്റന്റ് ആണെന്ന് കരുതി ഫാസിൽ സാർ ക്ലാപ്പ് എടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെയാണ് പ്രിയന്റെ സിനിമാ ജീവിതം തുടങ്ങിയത്. പിന്നീട് പ്രിയൻ ആദ്യ സിനിമ സംവിധാനം ചെയ്തു. അതാണ് പൂച്ചയ്ക്കൊരു മൂക്കുത്തി. ഇനി 2 സിനിമ കൂടി ചെയ്താൽ അത് പ്രിയന്റെ 100ാമത്തെ സിനിമയാകും. അതിലും ഞാനാണ് നായകൻ. ലോകത്ത് മറ്റൊരു നടനും ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയില്ല, മോഹൻലാൽ പറയുന്നു.